ഇന്ന് നമ്മൾ വിശുദ്ധി, യേശുവിനെ പോലെ നടക്കുക, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വളരെ വേഗത്തിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലൂടെ നമുക്ക് ഒരു വാക്യം ആദ്യമായിട്ട് വായിക്കാം. വിശുദ്ധി, യേശുവിനെ പോലെ നടക്കുക, ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കട്ടെ. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വിശുദ്ധി, യേശുവിനെ പോലെ നടക്കുക എന്നീ രണ്ട് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ യോഹന്നാന്റെ ലേഖനത്തിലെ ഈ മനോഹരമായ വാക്യം വായിച്ചത്. ഇന്നത്തെ കാലത്ത് ബുദ്ധി, കഴിവ്, വാചാലത ഇതൊക്കെയാണ് സമൂഹം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുന്നത്. ജീവിത വിശുദ്ധി സമൂഹത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ ഇല്ല. ഒരാൾ മിടുക്കനാണെങ്കിൽ, വാചാലമായി സംസാരിക്കാൻ അറിയാമെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ അവൻ നേതൃസ്ഥാനത്ത് വരും, അവൻ ഭരണത്തിലെത്തിച്ചേരും എന്നുള്ളത് ഇന്ന് സമൂഹം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായത്. അനേകം ലൈംഗിക ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായിട്ടും ആളുകൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിന്റെ കാരണം ജീവിത വിശുദ്ധിക്ക് ഇന്നത്തെ സമൂഹം വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്നാൽ ബൈബിൾ വിശുദ്ധ ജീവിതത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. നാം വായിച്ച ഭാഗത്ത് ഒരു വാക്യം നമ്മൾ രണ്ടാമത് ഞാൻ വായിച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അവിടെ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തു വരുമ്പോൾ നമ്മളെല്ലാം അവനെ പോലെ ആക്കും, സദൃശന്മാരാകും എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിർമ്മലീകരിക്കും, നമ്മളെല്ലാം വിശുദ്ധന്മാരാക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മളെ തന്നെ നിർമ്മലീകരിക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ഈ ആയുസ്സിൽ, നമുക്ക് അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ നാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. ആ വിശുദ്ധിയുള്ളവരെയാണ് കർത്താവിന് ആവശ്യം എന്നാണ് നമുക്കതിൽ നിന്നും മനസ്സിലാകുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മളെ നിർമ്മലീകരിക്കുകയല്ല, അവനെ എതിരേൽക്കാൻ വേണ്ടി നാം സ്വയം നിർമ്മലീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് അവിടെ പറയുകയാണ്. അപ്പൊ ഒരു ഹോളി ലൈഫിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് യോഹന്നാൻ ഈ വാക്യത്തിലൂടെ നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഹോളി ലൈഫ് വേണമെന്ന് പറയുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ പഴയ നിയമം ഒരു വാക്യം നമുക്ക് വായിക്കുന്നത് നല്ലതായിരിക്കും. പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ലേവ്യർ 19-ന്റെ 1-ാമത്തെ വാക്യമാണ്. അപ്പോൾ അവിടെ ദൈവം പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധി അത് ദൈവം തന്റെ മക്കളിലും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ഈ ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തെ കുറിച്ച് പറയുന്നത് തന്നെ പഴയ നിയമത്തിലെ ഗിരിപ്രഭാഷണം എന്നാണ്. യേശുക്രിസ്തു എന്താണോ ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ പറഞ്ഞത്, അതേ കാര്യങ്ങളാണ് ദൈവം ആ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവം വിശുദ്ധനാണ് എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ദൈവത്തിന് പല ക്വാളിറ്റികളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോഴേക്കും അവൻ ഓമിനി പൊട്ടന്റ് ആണ്, ഓമിനി പ്രസന്റ് ആണ്, ഓമിനിഷിയന്റ് ആണ്. എന്ന് പറഞ്ഞാൽ അവൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ് എന്നിങ്ങനെ 3 കാര്യങ്ങൾ നമ്മളെപ്പോഴും ദൈവത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ യെശയ്യാ പ്രവാചകൻ തന്റെ 6-ാം അധ്യായത്തിൽ ദർശനം കാണുമ്പോഴേക്കും അവിടെ സ്രാഫേന്മാർ
6 ചിറകുള്ള ശ്രാഫന്മാർ, 2 കൊണ്ട് മുഖംമൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടി. അവർ പറയുന്ന ഒരൊറ്റ കാര്യം, അവൻ സർവശക്തനാണെന്നോ അവൻ സർവ്വവ്യാപിയാണെന്നോ ഒന്നുമല്ല. ഒറ്റ വാക്ക് അവർ പറയുന്നുള്ളൂ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പൊ ഹോളിനെസ് എന്ന് പറയുന്ന ഒരൊറ്റ ക്വാളിറ്റിയാണ് ദൈവത്തെ ദൈവമാക്കുന്നത്. അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ക്വാളിറ്റി മാറ്റിക്കഴിഞ്ഞാൽ, വിശുദ്ധി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം ദൈവമല്ല, പിന്നെ അവൻ ആരാധനയ്ക്ക് യോഗ്യനല്ല. അതുകൊണ്ടാണ് ശ്രാഫന്മാർ, ആയിരക്കണക്കിന് ദൂതന്മാർ നിന്നുകൊണ്ട് അവനെ അങ്ങനെ പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോളിനെസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ അങ്ങനെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് ഒരു കൽപ്പനയായിട്ട് തന്നെ ദൈവം പറയുവാൻ ഇടയായി തീർന്നത്. ഇന്ന് വിശുദ്ധിയെ കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്ത്യകാലത്തെ കുറിച്ച് എഴുതുന്ന സമയത്ത് 2 തീമോഥെയോസ് 3:1-5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും വായിക്കുന്ന, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക എന്ന് പറഞ്ഞിട്ട് ഒരു 18 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 18 കൂട്ടം കാര്യങ്ങളും വിശുദ്ധിയില്ലാത്ത ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളാണ് എന്ന് അത് ഓരോന്നും വായിച്ചു നോക്കാൻ നമുക്ക് മനസ്സിലാവും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവർ, വേഷണിക്കാരും, അജിതന്മാരും, ഉഗ്രന്മാരും, സൽഗുണദ്വേഷികളും, അപ്പനമ്മയെ അനുസരിക്കാത്തവരും, ഇങ്ങനെ 18 കാര്യങ്ങൾ പറയുന്നു. അതിൻ്റെ അകത്ത് എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയെ കുറിച്ചാണ്. ആ തലമുറയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അവിടെയാണ് വിശുദ്ധിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്സിന്റെ അകത്ത് നാം മറ്റുള്ളവരോട്ട് ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വേണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. നാം പലപ്പോഴും ചിന്തിക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും ഫൈനലായിട്ട് ഒടുവിൽ മരിച്ചെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടാൻ വേണ്ടിയുള്ളതാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും അങ്ങനെ വിശുദ്ധരായിട്ടൊന്നും ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. പക്ഷേ വിശുദ്ധി എന്ന് പറയുന്നത് ഏതോ പരമകോടിയിൽ ചെല്ലുമ്പോൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു പദം അല്ല, അല്ലെങ്കിൽ ഒരു പീഠമല്ല, ഒരു സീറ്റല്ല. ഡെയിലി ലൈഫിൽ നമുക്ക് ഹോളിനെസ് വേണം. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ഹോളിനെസ് ഈസ് ഫോർ ഓർഡിനറി പീപ്പിൾ ഇൻ ഓർഡിനറി ലൈഫ്. നമ്മുടെ നിത്യ ജീവിതത്തിൽ സാധാരണക്കാർക്ക് വേണ്ട ഒരു കാര്യമാണ് ഹോളിനെസ്. നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ ഹിസ് ഹോളിനെസ് എന്നൊക്കെ പറഞ്ഞ് തിരുമേനിമാരുടെ പേരെഴുതുമ്പോഴത്തേക്ക് ഹിസ് ഹോളിനെസ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ അവരുടെ വലിയ സന്യാസിമാരുടെ പേരെഴുതുമ്പോഴേക്കും ഹിസ് ഹോളിനെസ് എന്ന്. അപ്പൊ അവർക്ക് മാത്രം വേണ്ടി ഒരു കാര്യമാണ്, കാവിയിട്ടവർക്ക് മാത്രം വേണ്ടിയാ, കുപ്പായിട്ടവർക്ക് മാത്രം വേണ്ടിയാ, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പലപ്പോഴും നമ്മൾ ഇതൊക്കെ വായിക്കുക എഴുതൊക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവരാണോ, അവനെ അനുഗമിക്കുന്നവരാണോ, നമ്മളെക്കുറിച്ച് വിശുദ്ധരായിരിക്കണമെന്ന് കർത്താവിന്റെ ആഗ്രഹം. സോ ഹോളിനെസ് ഈസ് ഫോർ ഓർഡിനറി പീപ്പിൾ ഇൻ ഓർഡിനറി ലൈഫ്. നമ്മുടെ സാധാരണ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. നമ്മൾ ഹിമാലയത്തിന് മുകളിൽ പോയി തപസ് ചെയ്യുകയോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ദൈവത്തിന് വേണ്ടി പ്രത്യേകം മാറിയിരുന്നു പോയി ആരാധിക്കുകയോ ധ്യാനം നടത്തുകയോ ഒന്നുമല്ല. ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും ആളുകളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അവിടെയെല്ലാം ഓരോ നിമിഷത്തിലും ഹോളിനെസ് വേണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് കറയും ചുളുക്കവും കളങ്കവും ഇല്ലാത്ത ഒരു കാന്തയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോഴേക്കും അവന്റെ കാന്തയെക്കുറിച്ചുള്ള അവന്റെ സങ്കല്പം എന്ന് പറയുന്നത് കറയും ചുളുക്കവും കളങ്കവും ഇല്ലാത്ത ഒരു കന്യകയായിരിക്കണം എന്ന് എപ്പോഴും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ട് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, അവന്റെ കാന്തയായിട്ട് ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പാലിക്കണം എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന്റെ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്ന്, ക്രിസ്തുവാണ് നമ്മുടെ മാതൃക. വിശുദ്ധിയുടെ മാതൃക ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:15 അവിടെ പൗലോസ് പറയാണ്, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമ്മൾ വളരണം. അപ്പൊ നമുക്ക് മുന്നോടിയായിട്ട്, നമുക്ക് മാതൃകയായിട്ട്, പൈനിയറായിട്ട് ഒരാളുണ്ട്. ആളിനെ നോക്കിയാണ് നമ്മുടെ ജീവിതം. നമ്മൾ മറ്റുള്ളവരെ നോക്കിയല്ല, പള്ളിയിലെ അച്ഛനെ നോക്കിയല്ല, പാസ്റ്ററെ നോക്കിയല്ല, തിരുമേനിയെ നോക്കിയല്ല, ആരെയും നോക്കിയല്ല നമ്മുടെ ജീവിതം. അവരെയൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ജീവിതം പലപ്പോഴും താറുമാറായി പോകുന്നത്. അവർക്കൊക്കെ അങ്ങനെ ചെയ്യാവുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? നമ്മൾ നോക്കുന്നത് യേശുവിനെയാണ്. യേശുവിനെ മാത്രമേ നോക്കാവുള്ളൂ. യഹൂദന്മാർക്ക് വിശുദ്ധി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചില അനുഷ്ഠാനങ്ങൾ ചെയ്താൽ മതി, ചില ആചാരങ്ങൾ ചെയ്താൽ മതി. ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് വിശുദ്ധി കിട്ടുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ വക്രതയും കുറിച്ചുള്ള തലമുറയുടെ നടുവിൽ പരമാർത്ഥ ഹൃദയമുള്ളവരായിട്ട് ജീവിക്കണം.
ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായിട്ട് ജീവിക്കണം. യേശു അങ്ങനെ ജീവിച്ചു. ആ തലമുറ അങ്ങനെയുള്ള തലമുറയായിരുന്നു. എന്നിട്ട് യേശു ജീവിച്ചു. അതുപോലെ നമ്മളും ജീവിക്കണമെന്ന് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ വിശുദ്ധി പ്രകടമാക്കുന്ന ഒത്തിരി ക്രിസ്തീയ സമുദായങ്ങൾ തന്നെയുണ്ട്. മീശ പഠിക്കണം, വെള്ളയുടുപ്പിടണം, കുണുക്ക് പറിക്കണം, പുറമേയുള്ളതാണ് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അനേകം സഭകളും ആളുകളും ഉണ്ട്. കർത്താവ് ഹൃദയത്തെയാണ് നോക്കുന്നതെന്ന് അവർ പറയുകയും ചെയ്യും. അതേസമയം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. നമ്മൾ അങ്ങനെ ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിശുദ്ധിയെ അളക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. യഹൂദന്മാരായിട്ടുള്ള ആളുകൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലാണ് വളരെ പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നിന്റെ ശിഷ്യന്മാരെ കൈ കഴുകുന്നില്ല. വലിയ വിശുദ്ധിയെ ബാധിക്കുന്ന വലിയൊരു കാര്യമായിട്ട് അവർ കണക്കാക്കുകയാണ്. കൈ കഴുകിയാൽ അത് വിശുദ്ധിയാണ്, കാല് കഴുകിയാൽ വിശുദ്ധിയാണ്. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുകൊണ്ടാണ് പള്ളികളിലൊക്കെ ഇങ്ങനെ, ചില പള്ളികളിലൊക്കെ നമുക്കറിയാം, ഇഷ്ടംപോലെ വെള്ളം വെച്ചിരിക്കുക, എല്ലാവരും വന്ന് കാലും കഴുകി കൈ കഴുകി വിശുദ്ധി അങ്ങ് പ്രാപിക്കുക. ബാഹ്യമായിട്ടുള്ള വിശുദ്ധി. ആന്തരികമായിട്ടുള്ള വിശുദ്ധിയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ യഹൂദന്മാർ കുറ്റം പറഞ്ഞു അത് തന്നെയാണ്, നിന്റെ ശിഷ്യന്മാരെ കൈ കഴുകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ബാഹ്യമായ ഒരു വിശുദ്ധിയെക്കുറിച്ചല്ല നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും പഠിക്കുന്നത്. യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ചപ്പോൾ അവൻ പാപികളുടെ കൂടെയാണ് ജീവിച്ച്, പാപികളോട് ഇടപെട്ടു. പക്ഷേ പാപം അവനെ തീണ്ടിയില്ല. പാപം തീണ്ടാതെ പാപിയെ സ്നേഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടി നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ജീവിച്ച്, ഒരിക്കലും ട്രെയിനിൽ വെച്ച് ഒരാൾ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നു. അയാൾ ചോദിച്ചു, അടുത്തിരുന്ന ആളിനോട് ഒരാൾ പറയുകയാണ്, കഴിഞ്ഞ 14 വർഷമായി ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ പുകവലിച്ചിട്ടില്ല, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെ തിരുന്ന ആൾ ചോദിച്ചു, അയ്യോ എന്തൊരു വിശുദ്ധനായ മനുഷ്യനാ, എവിടെയായിരുന്നു ഇത്ര നാള്? ഇങ്ങനെ ആളിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. അയാൾ പറയാണ്, ഞാൻ സെൻട്രൽ ജയിലിലായിരുന്നു, ഇവിടെ സൗകര്യമൊന്നും ഇല്ലായിരുന്നു ഇവിടെ, അതുകൊണ്ടാണ്. അപ്പൊ ഏതോ വലിയ കുറ്റം ചെയ്ത് സെൻട്രൽ ജയിലിൽ കിടന്ന ഒരാൾ പറയുകയാണ്, ഞാൻ ഇത്രയും വർഷങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിശുദ്ധനായിട്ട് ജീവിക്കുന്നതിൻ്റെ അകത്തല്ല അർത്ഥം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുക, അതിനിടയിൽ നമുക്ക് വിശുദ്ധമായിട്ട് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ദൈവത്തിന്റെ ചോദ്യം. അതാണ് യേശു ചെയ്തത്. അതുപോലെ നമ്മളും ചെയ്യുവാനാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മനോഹരമായിട്ട് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. അജ്ഞാനകാലത്ത് നമുക്കുണ്ടായിരുന്ന അത്തരം കാര്യങ്ങളെ ഒന്നും, മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. എല്ലാ നടപ്പിലും. നടപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം, ഡെയിലി ലൈഫാണ്. അന്ത്യത്തിലൊരിക്കൽ ചെന്ന് വിശുദ്ധരായി തീർന്നിട്ട് മരിക്കാറാകുമ്പോഴത്തേന് പെട്ടെന്നൊരു വിശുദ്ധി പ്രാപിച്ച് അങ്ങ് മരണത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ചാടിക്കയറാൻ, അതല്ല ക്രിസ്തീയ ജീവിതം. ഡെയിലി ലൈഫിൽ നമുക്ക് എന്ന് തൊട്ടാണ് ജീവിതം ആരംഭിക്കുന്നത് അന്ന് മുതൽ അവസാനം വരെ. അതുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞു, നമ്മളെ വിളിച്ചവന്റെ ഒരുത്തനുണ്ട്, അവൻ വിശുദ്ധനാണ്, അവന് ഒത്തവണ്ണം നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. പൗലോസ് വിശുദ്ധന്മാർ എന്ന് ലേഖനങ്ങളിലെ ആളുകളെ അഡ്രസ് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മളൊന്ന് അറിയണം. ലോകത്തിന്റെ മയത്വത്തിൽ നിന്ന് വേർപെട്ടവരും സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ടവരും എന്നാണ് പൗലോസ് വിളിക്കുന്നതിന്റെ അർത്ഥം. ലോകമയത്വത്തിൽ നിന്ന് വേർപെട്ടവരും സുവിശേഷത്തിന് വേണ്ടി തങ്ങളെ തന്നെ വേർതിരിച്ചവരും, അവരെയാണ് പൗലോസ് വിശുദ്ധന്മാരെ എന്ന് വിളിക്കുന്നത്. അല്ലാതെ പാപം ഇല്ലാതെ, പാപം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണതയിലെത്തിയ ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ അല്ല വിശുദ്ധന്മാരെ എന്ന് പൗലോസ് വിളിക്കുന്നത്. രക്ഷിക്കപ്പെടുമ്പോൾ വിശുദ്ധീകരണം ആരംഭിക്കുകയാണ്. നമ്മൾ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ആരംഭിക്കും, സാങ്ക്ടിഫിക്കേഷൻ ആരംഭിക്കും. ആരാ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ്. അത് പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യേശു നിർമ്മലനായിരിക്കുന്ന പോലെ നിർമ്മലനായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ യേശു നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലനാകുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ വിശുദ്ധന്മാരാണ്. അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹം അത് യേശുവിനെ പോലെ നിർമ്മലനാകുവാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ വിശുദ്ധിയുടെ മാതൃക നമുക്ക് യേശു ക്രിസ്തുവാണ്. അവൻ ഈ ലോകത്തിൽ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കുവാൻ
നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമത്, വിശുദ്ധീകരണത്തിലുള്ള മാർഗം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. യഹൂദന്മാർക്ക് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ അവർ വിശുദ്ധന്മാരാ. ആ ഭക്ഷണം കഴിക്കരുത്, ഈ ഭക്ഷണം കഴിക്കരുത്, ഈ കഴിക്കാതിരുന്നാൽ വിശുദ്ധനായി തീരും, അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിരുന്നു. മറ്റൊന്ന്, കഴുകി ബാഹ്യമായിട്ടുള്ള ശുദ്ധിയിലാണ് അവരെപ്പോഴും പ്രാധാന്യം കൊടുത്തിരുന്നത്. പുതിയ നിയമത്തിൽ ഇത് രണ്ടും അല്ല വിശുദ്ധിക്കുള്ള മാർഗം. ചില ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിശുദ്ധരാകത്തില്ല. വെജിറ്റബിൾസ് മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾ വിശുദ്ധരാകത്തില്ല. ചില ആളുകൾ പറയും മാംസവും ഭക്ഷണവും മത്സ്യവും ഒന്നും കഴിക്കരുത്, അത് കഴിക്കുന്നതുകൊണ്ടാണ്. അല്ല, ഒരു ഭക്ഷണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും അശുദ്ധരാകാൻ പോകുന്നില്ല. മാത്രമല്ല, നിങ്ങൾ ചിലതൊക്കെ കഴിക്കാതിരുന്നാലോ കഴിച്ചതുകൊണ്ട് വിശുദ്ധരായി തീരുകയുമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് വിശുദ്ധി ഉണ്ടാകുന്നത്? അന്ന് യഹൂദന്മാർ തങ്ങളെ ബാഹ്യമായ കഴുകൽ വെള്ളം കൊണ്ടാണ് ചെയ്തിരുന്നെങ്കിൽ, ഇന്ന് പുതിയ നിയമ സഭയിൽ നമ്മൾ ജീവിക്കുന്ന പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മളെ കഴുകുന്നത് വെള്ളമല്ല, ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം, നമ്മളെപ്പോഴും കോട്ട് ചെയ്യുന്നൊരു വാക്യം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ എന്ന് സങ്കീർത്തനക്കാരൻ ചോദിച്ചിട്ട് സങ്കീർത്തനക്കാരൻ തന്നെ മറുപടി പറയാണ്, നിന്റെ വചനത്താൽ അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഒരു സംശയമില്ല സങ്കീർത്തനക്കാരന്, ഒറ്റ മറുപടിയേ ഉള്ളൂ. അതായിരിക്കും ഇതായിരിക്കും എന്നൊന്നുമല്ല, ഒറ്റ കാര്യം, നിന്റെ വചനത്താൽ അതിനെ സൂക്ഷിച്ചാൽ മതി, നിർമ്മലമായിട്ട് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ബാലനായിരിക്കുമ്പോൾ തന്നെ വചനം പഠിപ്പിച്ചു കൊടുക്കണം. അവൻ ജീവിതകാലം മുഴുവൻ അവൻ വിശുദ്ധിയോടെ ജീവിപ്പാൻ ആ വചനം അവനെ സഹായിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മളെ കഴുകുന്നത് ദൈവത്തിന്റെ വചനമാണ്. രണ്ടാമത്, നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 3 വാക്കുകൾ പ്രത്യേകമായിട്ട് ഉപയോഗിച്ചു: പാപം, നീതി, ന്യായവിധി. ഈ 3-നെ കുറിച്ച് നിങ്ങൾക്ക് ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങളുടെ അടുക്കലേക്ക് അയക്കാൻ പോകുന്നത്. അപ്പൊ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് പാപം ചെയ്യാൻ ഉറങ്ങുമ്പോൾ നീതിയെക്കുറിച്ച് ഓർപ്പിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഓർപ്പിച്ച്, നിർമ്മലമായ വഴികളിലൂടെ നമ്മളെ ഹോളി ലൈഫിന് വേണ്ടി എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ തീരുമാനങ്ങൾ ദൈവഹിതത്തിന് അനുസൃതമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ചില തീരുമാനങ്ങൾ തെറ്റായിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് കുറ്റബോധം തരും. അതങ്ങനെയല്ല, തെറ്റാണെന്ന് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് അത് തീരും. പഴയ നിയമത്തിലെ 2 മനോഹരമായ ഉദാഹരണങ്ങൾ. ഒന്ന് ജോസഫാണ്. പൊത്തിഫേറിന്റെ ഭാര്യ അവനെ ക്ഷണിക്കുമ്പോൾ ഈ പാപം ഞാൻ എങ്ങനെ ദൈവത്തോട് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് അവൻ ഓടുകയാണ്. അവനോട് നിന്ന് തർക്കിക്കാനോ അല്ലെങ്കിൽ ഏതൊരു ഭക്തൻ പറഞ്ഞ പോലെ കൗൺസിലിങ്ങിനോ, എന്റെ കൊച്ചമ്മ അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിങ്ങിനൊന്നും അവൻ തുനിയുന്നില്ല. അവൻ ജീവനം കൊണ്ട് ഓടുകയാണ്. കാരണം പാപത്തിൽ നിന്ന് ചിലപ്പോൾ ഓടുകയാണ് ഏറ്റവും നല്ല മാർഗം. പിശാചിന്റെ പരീക്ഷകളിൽ നിന്ന് ചിലപ്പോൾ ഓടിപ്പോകുന്നതാണ് ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ടായിരിക്കും തീമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് മൂലമല്ലോ അത് ഇവർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്ന ബഹുവിധ ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ട് ഓടുക. ദൈവത്തിന്റെ മനുഷ്യനാണ് നീ. നമ്മളെക്കുറിച്ച് പറയാണ്, നീ ദൈവത്തിന്റെ മനുഷ്യനാ. ഒരു സാഹചര്യം വന്നോ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യം, നീ അത് വിട്ട് ഓടുക. നിന്നെ കീഴ്പ്പെടുത്താൻ വേണ്ടി പിശാച് ശ്രമിക്കുന്ന ഏത് സാഹചര്യത്തിൽ നിന്നും വിട്ടോടുന്നതാണ് ഏറ്റവും നല്ലത്. അത് വിട്ട് ഓടുക. ജോസഫ് ഓടി. അതുകൊണ്ട് അവൻ പ്രധാനമന്ത്രി പദത്തിലെത്തി. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനെ കുറിച്ച് നോക്കുക. ദാനിയേൽ സെക്യുലർ ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിച്ച് സാക്ഷ്യം ഉണ്ടായിരുന്ന ആളാണ് ദാനിയേൽ. അവന്റെ ജീവിതത്തിൽ അവന്റെ വിശുദ്ധി അവൻ കാത്തു സൂക്ഷിച്ചത് എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലല്ല, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന, അന്യഭാഷ സംസാരിക്കുന്ന, മറ്റു ഭാഷകൾ സംസാരിക്കുന്ന, വേറൊരു സംസ്കാരത്തിന് നടുവിൽ, വേറൊരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ നടുവിൽ അവൻ സെക്യുലർ ആയിട്ടുള്ള ഒരു ലൈഫിൽ അവൻ തൻ്റെ ജീവിതത്തിന്റെ ആ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് എപ്പോഴും ദാനിയേലിനെ കുറിച്ച് പറയുമ്പോഴത്തേനും പ്രത്യേകമായിട്ട് 3 അക്ഷരങ്ങൾ എപ്പോഴും ദാനിയേൽ വാസ് എ VIP എന്ന് പറയും. VIP. ഇന്ന് നമ്മൾ VIP എന്ന് പറയുന്ന മന്ത്രിമാരെ കുറിച്ചും അല്ലാത്തവരെ കുറിച്ചും VIP എന്ന് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നാണ് അതിന്റെ അർത്ഥം, VIP. പക്ഷെ ദാനിയേലിനെ കുറിച്ച് നമ്മൾ VIP എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നല്ല, അവന്റെ ജീവിതത്തിന്റെ 3 ക്വാളിറ്റീസ് വെച്ചുകൊണ്ടാണ്. ഒന്ന്, വിഷൻ, ദർശനമുള്ള ആളായിരുന്നു ദാനിയേല്.
വിഷൻ, VIP. ഐ എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് അവന്റെ വിശുദ്ധിയും എല്ലാം വരും, അവന്റെ ആത്മാർത്ഥത വരും. VIP, പി മീൻസ് പ്യൂരിറ്റി. അവൻ പ്യൂരിറ്റി ഉള്ളവനായിരുന്നു, ഇന്റഗ്രിറ്റി ഉള്ളവനായിരുന്നു, വിഷൻ ഉള്ളവനായിരുന്നു. അതായിരുന്നു ദാനിയേലിന്റെ പ്രത്യേകത. അവിടെ ദാനിയേലിന് എന്ത് സംഭവിച്ചു? നഷ്ടം സംഭവിച്ചു എന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു രാജാവ് വന്ന ഉടനെ അവനെ പിരിച്ചുവിട്ടു എന്നല്ല പറയുന്നു. അവൻ ബാബേൽ രാജാവിന്റെ കൂടെ ആ ബാബിലോണിയൻ സാമ്രാജ്യത്തിലും പിന്നീട് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലും അവൻ ഏതാണ്ട് 70 വർഷക്കാലം രാജാക്കന്മാർ മാറി വരുന്നു, ഭരണങ്ങൾ മാറി വരുന്നു, നിയമങ്ങൾ മാറി വരുന്നു. അവന് യാതൊരു കുഴപ്പങ്ങളും സംഭവിച്ചില്ല. കാരണം അവന്റെ വിശ്വസ്തതയും കൂറും ദൈവത്തോടായിരുന്നു. വിശുദ്ധ ജീവിതം നയിക്കാൻ കർത്താവ് അവനെ സഹായിച്ചു. ഈ സംസ്കാരത്തിന്റെ നടുവിൽ, അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ നടുവിൽ അവൻ തന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉയർത്തിക്കൊണ്ട് തന്നെ ജീവിച്ചു. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. നാം ഇന്ന് ജീവിക്കുന്ന ഒരു സിമിലർ കണ്ടീഷനില്ല. നമ്മളിന്ന് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെയുള്ള ഒരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. മൃഗങ്ങളെ ആരാധിക്കുന്ന, മൃഗങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ബലി കൊടുക്കാൻ പോലും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന, വളരെ സാംസ്കാരികമായി പ്രാകൃതമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന് നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ വിശുദ്ധിയെ എങ്ങനെയാണ് മറ്റുള്ള മുമ്പാകെ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്, വലിയൊരു ചോദ്യമാണ്. അവിടെ ദാനിയേൽ നമുക്ക് നല്ലൊരു എക്സാമ്പിളാണ്. ഒരു ജോലിക്ക് നമ്മൾ ചെല്ലുന്നതായിട്ടുള്ള പല സമൂഹങ്ങളിലും സെക്കുലർ ജോലിയിൽ നമ്മൾ ജോലി ചെയ്യുന്നവരായിട്ടുള്ള അനേകം ആളുകൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട്. സെക്കുലർ ജോലിയിൽ നമ്മൾ ഇരിക്കുമ്പോഴേക്കും ഒരുപാട് തരത്തിലുള്ള പ്രഷറുകൾ ഉണ്ടാകുന്നു, ഒരുപാട് തരത്തിലുള്ള നമുക്ക് യോജിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നു. പക്ഷെ അവിടെയൊക്കെ ദാനിയേൽ നമ്മുടെ നല്ല മാതൃകയാണ്. ദാനിയേൽ തന്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ നല്ല സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ദാനിയേലിനെ സഹായിച്ചു. അതുകൊണ്ട് വിശുദ്ധിക്ക് നമ്മൾ 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ വചനം, അത് നമ്മളെ വിശുദ്ധരായിട്ട് ജീവിക്കാൻ സഹായിക്കും. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവെന്ന് 110 സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പാപം ചെയ്യാതെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഒന്ന്. 2, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ നേരിയ സ്വരം കേട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവത്തിൽ വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയും. ഒടുവിലായിട്ട് യേശുവിനെ പോലെ നടക്കുക എന്നുള്ള ആ ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിലൂടെ നമുക്ക് ഒരു വാക്യം വായിക്കാം. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം, അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 2:6. അവിടെ എഴുതിയിരിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാവുന്നു. പത്രോസിന്റെ ഒരു വാക്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കട്ടെ. 1 പത്രോസ് 2:21. അവിടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. യേശുക്രിസ്തു ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തിലെ ഒരു നടപ്പിന് വേണ്ടി. യോഹന്നാൻ പറയുന്നു, അവൻ നടന്നതുപോലെ. എങ്ങനെയാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത്, അവൻ എങ്ങനെയാണ് നടന്നത്, അതുപോലെ നടക്കുവാൻ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ കാൽ ചുവടുകൾ പിന്തുടരണം. ക്രിസ്തു എവിടെയൊക്കെ പാദങ്ങൾ വെച്ചു അവിടെയൊക്കെ മാത്രമേ നമ്മുടെ പാദങ്ങൾ വെക്കാം. അല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പാദങ്ങൾ വയ്ക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരാം, ടെംപ്റ്റേഷൻസ് ഉണ്ടാകാം. അവിടെ നമ്മൾ ആലോചിക്കണം, ഇവിടെ യേശു പാദം വെച്ചതാണോ, ഇവിടെ യേശു നടന്ന വഴിത്താരയാണോ, ഇതിലൂടെ നടന്നിട്ട് ഇവിടെ പാദങ്ങൾ വെച്ച് അതിന്റെ അടയാളങ്ങൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ എനിക്കും വേണ്ട. അതിനുവേണ്ടി 2 കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും വലിയ പ്രയോറിറ്റി, മുൻഗണന നൽകിയത് തൻ്റെ പിതാവിനായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, യേശു ക്രിസ്തുവിനെ നമ്മൾ ഏറ്റവും ആദ്യം അവൻ സംസാരിച്ചതായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ. ഇതാണ് യേശു ക്രിസ്തു സംസാരിച്ചതായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ വാക്യം. അത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കുക, യേശുവിന് മുമ്പ് ഒന്നും സംസാരിച്ചിട്ടില്ല. സംസാരിച്ചു കാണും. 12-ാമത്തെ വയസ്സിൽ യേശുവിന്റെ ദേവാലയത്തിൽ വരുമ്പോൾ അതിന് ബന്ധുമാത്രം സംസാരിച്ചു കാണും. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ വാക്യം, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത്. പിതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവൻ ഏറ്റവും ഒടുവിലായിട്ട് സംസാരിച്ച് നിർത്തിയതും പിതാവിനെ കുറിച്ച്. പിതാവേ,
എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ പരമേൽപ്പിക്കും. അപ്പോൾ തുടക്കം ഒടുക്കം പിതാവ്. പിതാവിനെ വിട്ടൊരു കാര്യമില്ല. പിതാവിന്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ, പിതാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ അവൻ അങ്ങനെ തീരുമാനമെടുത്ത് 1-ാം സ്ഥാനം തന്റെ പിതാവിന് നൽകിയാണ് ഈ ലോകത്തിൽ ജീവിച്ചതെങ്കിൽ അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്ന ഞാനും നിങ്ങളും യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി നൽകി അവനായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വം.